പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 6-ാം ദിവസം. ജോഷുവയുടെ ഗ്രന്ഥം 1-ാം അധ്യായം 8 മുതൽ 9 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം. അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, ധനികനായ ഒരു യുവാവ് ഒരിക്കൽ യേശുവിനോട് ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു അവനോട് പറഞ്ഞു, കൽപ്പനകൾ പാലിക്കുക. പൂർവികർ ന്യായപ്രമാണ ഗ്രന്ഥം എന്ന് വിശേഷിപ്പിച്ചതിനെ യേശു ഇവിടെ നിത്യജീവൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നു. ജോഷുവയോട് ദൈവമായ കർത്താവ് വ്യക്തമായി പറയുന്നു, ന്യായപ്രമാണ ഗ്രന്ഥം നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം. കർത്താവിൻ്റെ കൽപ്പനകൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നതാവണം. ആന്തരികമായി ബീജാവാപം ചെയ്യണം. ആരാധനയായി അത് ഉള്ളിൽ നിന്ന് പുറത്തു വരണം. അഭിഷേകമായി അത് സുഗന്ധം പരത്തണം. അനുഗ്രഹമായി അത് വളർച്ച പ്രാപിക്കണം. നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് ദൈവമായ കർത്താവ് ജോഷുവയോട് പറഞ്ഞത് ദൈവത്തിൻ്റെ വചനം ജീവിക്കുമ്പോഴാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഉള്ളിലേക്ക് പോകുന്നതല്ല, ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. കണ്ണുകൾ കൊണ്ട് കാണാനും കാതുകൾ കൊണ്ട് കേൾക്കാനും കൈകൾ കൊണ്ട് തൊട്ടറിയുവാനും നിന്റെ അധരങ്ങൾ കൊണ്ട് നീ സംസാരിക്കാനും നിന്റെ ഘ്രാണശക്തി കൊണ്ട് സുവിശേഷത്തിൻ്റെ സുഗന്ധം അനുഭവിക്കാനും നിനക്ക് കഴിയുമ്പോൾ വചനം നിന്നിൽ മാംസം ധരിക്കും. വചനം നിന്നിൽ മാംസം ധരിക്കുമ്പോൾ നീ ദൈവത്തോടൊപ്പം പിറവിയെടുക്കുന്നവനാകും. വചനം മാംസമായി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്, ദൈവത്തോടൊപ്പം പിറവിയെടുക്കുന്ന അവസ്ഥ. അതുകൊണ്ട് ദൈവത്തിന് നിന്നോടൊപ്പം വരാതിരിക്കാനാവില്ല. നിന്റെ പിറവി ദൈവവചനത്തിൻ്റെ അഭിഷേകത്തിൽ നിന്നാവട്ടെ. അതുകൊണ്ട്
ന്യായപ്രമാണ ഗ്രന്ഥത്തിന് അടയിരുന്ന്, അടുത്തിരുന്ന്, അകത്തിരുന്ന് അനുഭവിച്ച് അഭിഷേകമായി, അനുഗ്രഹമായി തീരാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങയുടെ അനുഗ്രഹ വചസ്സുകളാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ സമ്പന്നമാക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും അങ്ങയുടെ വചനം മാംസം ധരിച്ച് പുറത്തേക്ക് വരാൻ അങ്ങ് അനുവദിക്കണമേ. ഞങ്ങളുടെ അധരങ്ങളിലൂടെയും ഇന്ദ്രിയങ്ങളിലൂടെയും ഞങ്ങളുടെ മനസ്സിലൂടെയും അങ്ങയുടെ വചനം കടന്നു വരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ അങ്ങയുടെ വചനം ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ഞങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുകയും ഞങ്ങൾ പോകുന്നിടത്തൊക്കെ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.